നെല്ലായിലെ 130 വർഷം പഴക്കമുള്ള ചില്ലായിൽ തറവാട് ഓർമ്മയിലേക്ക്. സാംസ്കാരിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച് പ്രഗത്ഭ മതികൾ ഉൾപ്പെടെ 4 തലമുറകളുടെ ഓർമ്മകളുറങ്ങുന്ന പഴയ 2 നില വീടാണ് കാലപ്പഴക്കം മൂലം പൊളിച്ചു നീക്കുന്നത്. തൊട്ടിപ്പാളിലെ ചില്ലായിൽ തറവാട് അംഗവും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പ്രൊഫസറും നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവുമായ സി നാരായണ മേനോൻ 1890-ൽ നിർമ്മിച്ചതാണ് നെല്ലായിലുള്ള ചില്ലായിൽ തറവാട്. ഒട്ടേറെ പൗരാണിക കൃതികൾ വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ള പണ്ഡിതനായിരുന്നു സി നാരായണ മേനോൻ. കൂട്ടുകുടുംബത്തിന്റെ നല്ല ഓർമ്മകൾ ഉറങ്ങുന്ന തറവാട് അടുത്ത ദിവസം പൊളിച്ചു നീക്കുകയാണെന്ന് ഇവിടെ ജനിച്ചു വളർന്നവരിൽ ഒരാളായ കെ സുധാകരൻ പറഞ്ഞു. ഏകദേശം ഒരു 1890 കൂടിയിട്ടാണ് ഇവിടെ ഈ വീട് നിർമ്മിച്ചിട്ടുള്ളതാണ് എന്നാണ് പൂർവികരായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അറിവ്. തൊട്ടിപ്പാള് ചില്ലായിൽ തറവാട്ടിൽ നിന്നും ഇവിടെ വന്ന് സി നാരായണ മേനോൻ എന്ന് പറയുന്ന ഒരു സംസ്കൃത പണ്ഡിതനും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് പ്രൊഫസറുമായിരുന്ന സി നാരായണ മേനോൻ, അദ്ദേഹമാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ തൊട്ടു മുമ്പിൽ കാണുന്ന പടിപ്പുര എന്ന് ഞങ്ങൾ പറയുന്ന സ്ഥലം, അവിടെയാണ് ഇപ്പോൾ ഈ സി പി മേനോൻ, എം ലീലാവതിയുടെ ഭർത്താവായിട്ടുള്ള സി പി മേനോനെ പോലുള്ള ആളുകൾ താമസിക്കുകയും പഠിക്കുകയും വളരുകയും ചെയ്തിരുന്ന തറവാടാണ് ഇതിനു മുമ്പ് കാണുന്ന പടിപ്പുര എന്ന് ഞങ്ങൾ പറയുന്ന ആ സ്ഥലം. ഓടും മരവും ഉപയോഗിച്ച് പഴയ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ചില്ലായി തറവാട്ടിൽ നിരവധി മുറികളുണ്ട്. നിലവറ അടക്കമുള്ളവയും ഇതിലുണ്ട്. ഈ തറവാടിനോട് ചേർന്നുള്ള പടിപ്പുര എന്ന് വിളിക്കുന്ന പഴയ വീട്ടിലാണ് എഴുത്തുകാരിയും അധ്യാപികയുമായ പത്മശ്രീ ഡോക്ടർ എം ലീലാവതിയുടെ ഭർത്താവായ സി പി മേനോൻ വളർന്നത്. ഇവിടെ വളർന്ന 4 തലമുറകളിൽ പലരും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ തങ്ങളുടേതായ സംഭാവനകൾ നൽകിയവരാണ്. ചില്ലായി തറവാട്ടിലെ അംഗങ്ങൾ പിന്നീട് പല തായ്വഴികളായി പിരിഞ്ഞ് രാജ്യത്തിനകത്തും പുറത്തുമുള്ള പല സ്ഥലങ്ങളിലായി താമസമാക്കി. ഇതോടെ കൂട്ടുകുടുംബ വ്യവസ്ഥിതി നിലനിന്നിരുന്ന കാലത്ത് എപ്പോഴും ശബ്ദമുഖരിതമായിരുന്ന ചില്ലായി തറവാട് നിശബ്ദമായി. കാലപ്പഴക്കം മൂലം ദുർബലമായ ഈ വീട് അറ്റകുറ്റപ്പണി ഇല്ലാതായതോടെ ജീർണാവസ്ഥയിലായി. ഇതോടെയാണ് തലമുറകളുടെ ചരിത്രമുറങ്ങുന്ന തറവാട് പൊളിച്ചു നീക്കാനുള്ള തീരുമാനമുണ്ടായത്.